ഇന്റർനാഷണൽ എയർപോർട്ട്. പതിവ് പോലെ ഇന്ന് കാലത്തും ഇവിടെ നല്ല തിരക്കാണ്. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പറക്കുന്ന സഞ്ചാരികളുടെ ഒരു ഹബ്. ഇവിടെ ഞാൻ എത്തിയിരിക്കുന്നത് ദീർഘമായ ഒരു യാത്രയ്ക്കൊരുങ്ങിയാണ്. ടർക്കിയിലേക്കുള്ള യാത്രയാണ്. ഇസ്താംബുളിലേക്കാണ് ഇന്നത്തെ യാത്ര. താഴെ മഞ്ഞുറഞ്ഞ തടാകങ്ങളും ഹിമം പുതച്ചു നിൽക്കുന്ന മലകളും കണ്ടു തുടങ്ങി. തുർക്കിയിൽ കൊടും തണുപ്പിന്റെ കാലമാണിത്. അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചുള്ള വിവരണം വിമാനത്തിലും മുഴങ്ങുന്നുണ്ടായിരുന്നു. മഞ്ഞു മൂടിയ മലകളുടെ ആകാശക്കാഴ്ച കൗതുകകരമായ ഒന്നാണ്. വെളുത്ത പട്ടുപുതച്ചതുപോലെ അങ്ങിങ്ങായി തുർക്കിയുടെ മലനിരകൾ ഉയർന്നു നിൽക്കുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന് ടർക്കിഷ് ഭാഷയിൽ സ്റ്റാൻബുൾ എന്നാണ് പറയുന്നത്. ഇതാണ് പിന്നീട് ഇസ്താംബുൾ എന്ന പേരായി മാറിയത്. സുൽത്താൻ അഹമ്മദ് പ്രദേശത്തേക്ക് പാത തിരിയുന്നിടത്ത് കാർ എത്തി. ഇസ്താംബുൾ നഗരത്തിന്റെ ഹൃദയഭാഗമാണ് സുൽത്താൻ അഹമ്മദ്. പുരാതന കാലം മുതൽക്കുണ്ടായിരുന്ന നഗരത്തിന്റെ കേന്ദ്രഭാഗമാണ് ഇന്ന് സുൽത്താൻ അഹമ്മദ് എന്നറിയപ്പെടുന്ന പ്രദേശം. ഒരു കുന്നിൻ മുകളിലാണത്. കുന്നുകളും താഴ്വരകളും നിറഞ്ഞതാണ് ഇസ്താംബുൾ പട്ടണം. താഴ്വരകളിൽ കടൽ തീരവും കുന്നുകളിൽ നഗരഭാഗവും വ്യാപിച്ചു കിടക്കുന്നു. പാതയ്ക്കിരുവശവും പൗരാണിക മന്ദിരങ്ങൾ തലയെടുപ്പോടെ നിൽക്കുന്നു. ഒട്ടോമൻ സംസ്കാരത്തിന്റെ തുടിപ്പുകൾ അവശേഷിപ്പിക്കുന്ന കെട്ടിടങ്ങൾ, ആ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളുള്ള നിരത്തുകൾ, പല ഇടവഴികൾ, നിരവധി കയറ്റങ്ങളും ഇറക്കങ്ങളും, കല്ലുവിരിച്ച പാതകളാണ്. പല രാജ്യങ്ങളിലും പൗരാണികമായ പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നത് ഈ വിധമാണ്. ഏഷ്യയുടെ ഭാഗമാവുമ്പോഴും യൂറോപ്പിന്റെ രീതികളും സംസ്കാരവും സംവിധാനങ്ങളും സാങ്കേതിക വിദ്യയുമൊക്കെ പിന്തുടരുന്ന നഗരഭാഗമാണിത്. എന്റെ കാർ സെയ്ദ് മുഹമ്മദ് പാഷ സ്ട്രീറ്റിലെത്തി നിന്നു. ഇവിടെയാണ് ഹോട്ടൽ സാബ. സാബയിലെ ഒരു ജീവനക്കാരൻ എന്നെ സ്വീകരിക്കാനെത്തി. ടാക്സി ചാർജ് വാങ്ങി ഹമീദ് തിരിച്ചുപോയി. 4 നിലകളുള്ള ചെറിയൊരു ഹോട്ടലാണ് സാബ. ഹോട്ടൽ നിൽക്കുന്ന സെയ്ദ് മുഹമ്മദ് പാഷ തെരുവിൽ നിന്നും ഹിപ്പോഡ്രോമിലെത്താൻ വെറും 50 മീറ്റർ ദൂരമേ ഉള്ളൂ. നടത്തം തുടർന്ന് ഞാൻ ഒരു ട്രാംവേയിലേക്കാണ് എത്തിയത്. അതിമനോഹരമായ ഇലക്ട്രിക് ട്രാമുകളാണ് ഇവിടുത്തെ കാഴ്ച. യൂറോപ്പിലെ മറ്റേതൊരു നഗരത്തിലേതിനേക്കാൾ ഗംഭീര ട്രാമുകൾ ഓടുന്ന നഗരമാണ് ഇസ്താംബുൾ. വെട്ടിത്തിളങ്ങുന്ന ട്രാമുകൾ. ഇസ്താംബുളിലെ ബോസ്ഫറസ് കടലിടുക്കിലൂടെ സഞ്ചാരം തുടരുകയാണ്. പൗരാണികത കരകവിഞ്ഞൊഴുകുന്ന തീരക്കാഴ്ചകളിലേക്ക് മിഴിനട്ട് സന്ധ്യമയങ്ങുന്ന ഈ നേരത്ത് ബോട്ടിന്റെ അപ്പർ ഡെക്കിൽ ഇരിക്കുകയാണ് ഞാൻ. ഇസ്താംബുളിനെ നെടുക പിളർത്തി ബോസ്ഫറസ് നീണ്ടു നിവർന്നങ്ങനെ കിടക്കുന്നു. ഇസ്താംബുളിലെ ബോസ്ഫറസ് കടലിടുക്കിലൂടെ ഒരു ബോട്ടിൽ സഞ്ചാരം തുടരുകയാണ് ഞാൻ. ഏഷ്യ യൂറോപ്പ് വൻകരകളെ വേർതിരിക്കുന്ന ജലപാത. 10-12 പേരുള്ള സംഘമാണ് ഞങ്ങളുടേത്. സൗദി അറേബ്യയിൽ നിന്നുള്ള ചില യാത്രികരും ഒരു ബ്രസീലിയൻ യുവതിയുമെല്ലാം അടങ്ങിയ സഞ്ചാരിക്കൂട്ടം. ചുറ്റിലുമുള്ള കാഴ്ചകളെ ക്യാമറയിൽ പകർത്തുകയാണ് ഒരു സഹയാത്രിക. ഇതെല്ലാം നോക്കിക്കാണുന്ന ഒരു ജാപ്പനീസ് വനിതയും. ബ്രസീലിയൻ യുവതിയും സൗദി അറേബ്യയിൽ നിന്നുള്ള ചെറുപ്പക്കാരനും ഗഹനമായ ചില ചർച്ചകളിലാണ്. ഫോട്ടോഗ്രാഫിയാണ് വിഷയം. ഇസ്താംബുളിന്റെ 2 കരകളെ ബന്ധിപ്പിക്കുന്ന പ്രശസ്തമായ ബോസ്ഫറസ് തൂക്കുപാലമാണ് മുന്നിൽ. 1.5 കിലോമീറ്ററിലേറെ നീളമുള്ള ഈ തൂക്കുപാലം വലിയൊരു കാഴ്ചാനുഭവമാണ്. 1973 പണി പൂർത്തിയാക്കിയ ബോസ്ഫറസ് ബ്രിഡ്ജിന്റെ ഒരറ്റം യൂറോപ്യൻ തുർക്കിയിലെ ഒർട്ടാക്കോയിലേക്കും മറ്റേ അറ്റം ഏഷ്യൻ തുർക്കിയിലെ ബെയ്ലർ ബേയിലേക്കുമാണ് നീളുന്നത്.
യാത്രികർ ഓരോരുത്തരായി മുകളിലെ ഡെക്കിലേക്ക് എത്തിച്ചേർന്നു. ഞങ്ങൾ ക്യാൻലിക്ക ഗ്രാമത്തിൽ നിന്നും അടുത്ത കാഴ്ചകളിലേക്ക് പതിയെ നീങ്ങി. ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടികളാണ് ഇവയെല്ലാം. കടലിടുക്കിൽ വേലിയേറ്റവും ഇറക്കവും ഉണ്ടാകും. അപ്പോഴെല്ലാമാണ് ഇത്തരം ഫ്ലോട്ടിംഗ് സംവിധാനങ്ങൾ ഉപകരിക്കുക. യു ടേൺ എടുത്ത് ഞങ്ങൾ വന്ന വഴിയെ മടങ്ങുകയാണ്. കാരണം ഇനിയും മുന്നോട്ട് പോയാൽ കരിങ്കടലിലേക്കാണ് എത്തിച്ചേരുക. സൗദി അറേബ്യൻ സഹയാത്രികൻ ക്യാൻലിക്ക ഗ്രാമത്തിൽ നിന്നും അയാൾ പകർത്തിയ ഫോട്ടോകൾ ബ്രസീലുകാരിയെ കാണിക്കുന്നു. കൗതുകത്തോടുകൂടി തന്നെ അവർ അത് ആസ്വദിക്കുകയും ചെയ്യുന്നു. തൊട്ടടുത്ത് സൗദിക്കാരന്റെ ഭാര്യയാണ്. ബോസ്ഫറസ് തീരങ്ങളിലെ ടർക്കിഷ് ശാലകളുടെ ചേതോഹരമായ കാഴ്ചകൾ പിന്നിട്ട് ബോട്ട് മുന്നോട്ട് നീങ്ങി. ശതകോടീശ്വരനല്ലാത്ത ഒരാൾക്ക് ഇത്തരം യാലികളിലൊന്ന് കരസ്ഥമാക്കാനാവില്ല. $5 മില്യൺ ഈ സൗധങ്ങളുടെ ഏറ്റവും താഴ്ന്ന വിലയെന്ന് ബോട്ടിലെ ഒരു ഇസ്താംബുളുകാരൻ പറഞ്ഞു. സഹിൽ ഹാനെ എന്നാണ് ഒട്ടോമൻ ഭരണകാലത്ത് ടർക്കിഷ് യാലികൾ അറിയപ്പെട്ടിരുന്നത്. ബോസ്ഫറസ് തീരത്ത് ബൈസന്റൈൻ കാലത്ത് തന്നെ കെട്ടിട നിർമ്മാണങ്ങൾ നടന്നിരുന്നു. എന്നാൽ അവയിൽ അധികവും മൊണാസ്ട്രികളായിരുന്നു. ഈ പ്രദേശങ്ങളൊക്കെ വളരെ ഇക്കോ ഫ്രണ്ട്ലിയായി പരിപാലിക്കപ്പെടുന്നു. വീടുകൾക്ക് പിറകിൽ ഇടതൂർന്ന വനപ്രദേശങ്ങൾ. മറുകരയിൽ ചരിത്രമുറങ്ങുന്ന ഇസ്താംബുൾ നഗരം. തീരത്ത് മനോജ്ഞ സൗധങ്ങൾ. ഇത്തരമൊരു പാർപ്പിടം സ്വന്തമാക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ബോസ്ഫറസിന്റെ തീരക്കാഴ്ചകൾ സംഘാംഗങ്ങൾക്കെല്ലാം ആസ്വാദ്യമായിരിക്കുന്നു. അതിഗംഭീരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത പ്രദേശം. ഒരു കടലിടുക്കിന്റെ തീരം എത്ര സൗന്ദര്യബോധത്തോടെയാണ് പരിപാലിക്കപ്പെടുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. രണ്ടാം ബോസ്ഫറസ് പാലത്തിനടുത്ത് വീണ്ടും എത്തി. ബ്രിഡ്ജിനടിയിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ വിസ്താരമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ആ കൂറ്റൻ നിർമ്മിതിയുടെ ഒരറ്റം സ്ഥിതി ചെയ്യുന്ന കുന്നിൻ മുകളിലെ വലിയൊരു ഭൂഭാഗം തന്നെ അത് കവർന്നിരിക്കുന്നു.